ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ലൈനിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് ആദ്യമായി കഴുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ കഴുത്തിൻ്റെ സൈഡ് ഭാഗം 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് മടക്കിയിട്ട് 3 സൈഡും മടക്കി തയ്ച്ച് കൊടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് നെക്കാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുരിദാറിലോട്ട് മെയിൻ പീസിലോട്ട് എങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഫ്രണ്ട് നെക്കാണ് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടി നമുക്ക് ഫ്രണ്ട് പീസായിട്ടുള്ള മെയിൻ വർക്ക് വരുന്ന പീസും അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ് തുണിയും എടുത്തിട്ട് സെൻറ്റർ ഒന്ന് നമുക്ക് നഖം വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആദ്യം ഫ്രണ്ടിൻ്റെ ലൈനിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ആ വർക്ക് ഫ്രണ്ട് കഴുത്ത് വരുന്ന ആ ഒരു പീസും സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെൻറ്റർ ഒരു ഒന്നാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ സെൻറ്ററിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മെയിൻ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കഴുത്തിൻ്റെ ക്യാൻവാസിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 3 പീസിൻ്റെയും സെൻറ്റർ നമുക്ക് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്റർ നമുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് നേരെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ചിട്ട് നോക്കുക. അതിനുശേഷം നമുക്ക് നൂലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ റൗണ്ട് ഷേപ്പിൽ ആ ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ചിൻ്റെ മുകളിൽ ഒരിക്കലും കത്രിക കൊള്ളാനായിട്ട് പാടില്ല. ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിങ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതാ ഒരു ഫ്രണ്ട് പീസ് ഇങ്ങനെ കിട്ടും. നമുക്ക് ക്യാൻവാസ് ഒന്ന് തിരിച്ച് ചീത്ത ഭാഗത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരിക. അപ്പോൾ ബാക്ക് ഭാഗം നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നില്ല. നമുക്ക് ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസ് ഒരിക്കലും മെയിൻ പീസ് ഒരിക്കലും ഉള്ളിൽ പെടാനായിട്ട് പാടില്ല. ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ പതിച്ച് അടിച്ചു കൊടുത്താൽ നമുക്ക് തുന്നിയെടുക്കാതെ കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങും മെയിൻ പീസും കൂടിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് പതിച്ച് അടിച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന പീസുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ താഴ്ഭാഗത്തെ ലൈനിങ്ങിൻ്റെ കരഭാഗം ഒന്ന് 1/4 ഇഞ്ച് വെച്ച് മടക്കി തയ്ച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നമുക്ക് ലൈനിങ് താഴ്ഭാഗം മടക്കി തയ്ച്ച് കൊടുക്കണം. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ തയ്ച്ച് കഴിഞ്ഞു. ഇനി ബാക്കിൻ്റെ ലൈനിങ് ആണ്
തയ്ച്ച് കൊടുക്കുന്നത്. അതുപോലെ ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ നമുക്ക് ബാക്ക് പീസും കഴുത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ലൈനിങ്, പിന്നെ മെയിൻ പീസ്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കഴുത്തിൻ്റെ ക്യാൻവാസിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിലൂടെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് റൗണ്ടിൻ്റെ അരികത്തുകൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഉൾവശത്ത് വരുന്ന ഒരു പീസ് ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് കട്ടിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് മറിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രണ്ട് പീസ് മറിച്ചിട്ടത് നമ്മൾ കണ്ടു. അതുപോലെ ബാക്ക് പീസ് മറിച്ചെടുക്കരുത്. നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വെക്കുന്ന രൂപം ഒന്ന് കണ്ടു നോക്കുക. ആദ്യം ബാക്ക് പീസിൻ്റെ ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡിലൂടെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് ക്യാൻവാസ് നിൽക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് ഒരിക്കലും നമുക്ക് കാണില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ ക്യാൻവാസിൻ്റെ ഒരു ഭാഗം വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കഴുത്ത് നമുക്ക് ഫിനിഷായി കിട്ടും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുത്ത് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് കൈ എങ്ങനെയാണ് ലൈനിങ് വെച്ചിട്ട് മറിച്ചെടുക്കുന്നത് നോക്കാം. ഇതിപ്പോൾ കയ്യിൽ നമുക്ക് റെഡിമെയ്ഡ് ചുരിദാറിൽ വർക്ക് വന്നത് കൊണ്ട് നമുക്കൊരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് ചുരിദാറിൻ്റെ ഉൾഭാഗത്തുള്ള ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ പീസായതുകൊണ്ട് നമുക്ക് അതിലൊരു ലേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് 2 കൈയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2 കൈയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നമുക്ക് പതിച്ചിട്ട് കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്കി വരുന്ന തുമ്പുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങാണ് നമ്മുടെ അളവായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ അതേ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചുറ്റുഭാഗത്തും. എന്നിട്ട് ബാക്കി പീസ് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ 2 കൈകളും ചെയ്തെടുക്കുക. ഇപ്പോൾ 2 കൈകളും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും നോക്കിയിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കത് ചുരിദാറിലോട്ട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സെൻറ്റർ കണക്കാക്കാനാണ് അവിടെ ഒരു സെൻറ്ററിനൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചുരിദാർ വെച്ചിട്ട് കൈ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം.
അതിന് ഞാനിവിടെ കൈ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കട്ടിങ്ങും നമുക്ക് ഷോൾഡറിൻ്റെ ഒരു സ്റ്റിച്ച് വരുന്ന ഒരു ഭാഗം ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് അടിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് കറക്റ്റ് 1/2 ഇഞ്ച് വീതിക്ക് കൈയുടെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കൈ വെക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. നമുക്ക് വേറെ രീതിയിൽ നമുക്ക് കൈ വെക്കാം. അതിന് വേണ്ടത് ആദ്യം കൈ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ അളവിലോട്ട് കൈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ സൈഡ് പീസും ചുരിദാറിൻ്റെ ഷേപ്പ് ഭാഗവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിലും എളുപ്പമായിട്ട് ഇങ്ങനെയുള്ളതാണ് ബിഗിനേഴ്സിന് നല്ലത്. സെൻറ്ററിൽ ആദ്യം വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് ആ സെൻറ്ററിൽ വെച്ച് തന്നെ അപ്പുറം ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് സ്ട്രോങ് ആക്കിയിട്ട് കൊടുക്കണം. ഇപ്പോഴിതാ ഒരു കൈ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറുഭാഗത്ത് കൈയും കൂടെ വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ കൈയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കണക്കാക്കിയിട്ട് ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് ആ സെൻറ്ററിലൂടെ നമുക്ക് ഷോൾഡറിൻ്റെ ഒരു സ്റ്റിച്ച് ചെന്ന ഭാഗം വെച്ച് കൊടുത്തിട്ട് വേണം കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 2 കൈയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഷേപ്പ് ഭാഗം കൈയുടെ അറ്റത്ത് നിന്നും മാർക്ക് ചെയ്ത അതേ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷേപ്പിൻ്റെ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം വരെ നമുക്ക് അളവിൽ വരുന്ന അതേപോലെ അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും സമമാക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സൈഡ് ഭാഗം ഷേപ്പ് സ്ലിറ്റ് വരെ തയ്ച്ച് കൊടുക്കാനായിട്ട്. സ്ലിറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ 1 ഇഞ്ച് സ്ലിറ്റിന് മടക്കി തയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ വന്നിട്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കത് വിട്ടു പോരാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കൈയുടെ ഭാഗത്തും 2 കൈയുടെ ഭാഗത്തും അളവ് വെച്ചിട്ട് നമുക്ക് അളവിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്ലിറ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ള ആ ഒരു അളവിലൂടെ തന്നെ ഒരു മാർക്ക് ചെയ്ത വരയിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നിട്ട് ആ സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഊരിയെടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന എക്സ്ട്രാ പീസസ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നമുക്ക് പൊളിവ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് നമുക്ക് 1 ഇഞ്ചാണ് ഇവിടെ ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് വെച്ച് മടക്കി കൊടുക്കുക. എന്നിട്ടാണ് സ്ലിറ്റ് തയ്ച്ചെടുക്കേണ്ടത്. അതിന് നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് വളഞ്ഞ് പോവാതെ വലിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്ലിറ്റ് വളഞ്ഞിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ വലിച്ചടിക്കാതെ സ്ലോ ആക്കിയിട്ട് നമുക്ക് 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് പിടിച്ചിട്ട് നമുക്കതൊന്നൊരു കെട്ടിട്ടിട്ടുള്ളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അപ്പുറം ഭാഗത്തേക്ക് തിരിച്ച് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട്
സ്റ്റിച്ച് ചെയ്തിട്ട് താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറുവശത്തെ പൊളിവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്ത് സ്ലിറ്റും നമുക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ട് ഫ്രണ്ടിൻ്റെതും ബാക്കിൻ്റെതും താഴ്ഭാഗം നമുക്ക് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ രണ്ട് ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട് താഴ്വശം. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ലെവൽക്ക് നമുക്കത് കിട്ടും. ഇപ്പോൾ ലൈനിങ് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അതൊന്ന് തിരിച്ച് മറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ലൈനിങ് ചുരിദാറാണ്, അതുപോലെ തന്നെ സിബ് വെച്ചിട്ടുള്ള ഒരു ചുരിദാറാണ്. സിബ് വെക്കുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. നമുക്കതൊരു സെപ്പറേറ്റ് വീഡിയോ പോലെ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.